പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്ത് ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഹൃദയത്തിന് ആശ്വാസം, സമാധാനം, സന്തോഷം, സ്വസ്ഥത നൽകുന്ന കഷ്ടതയുടെ തീച്ചുകൂടെ കടന്നു പോകുമ്പോൾ സമാധാനമില്ലാതെ കണ്ണുനീരോടെ ഇരിക്കുന്ന സന്ദർഭത്തിൽ ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു എന്ന് പൗലോസ് അപ്പോസ്തലൻ റോമർക്ക് ലേഖനം എഴുതുമ്പോൾ എഴുതി. അത് നമ്മോടും കൂടെ പ്രബോധിപ്പിക്കുന്നതാണ്. നിങ്ങൾ ഓരോരുത്തരുള്ള വചനമാണ് കേട്ടോ. അല്ലെങ്കിൽ എന്നോടുള്ള വചനമാണ്. ഞാൻ ആ വചനം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നതാണ്. ഇവിടെ തേജസ് എന്ന വാക്കിന് നമ്മെ ആനന്ദിപ്പിക്കുന്നു എന്നർത്ഥമുണ്ട്. അല്ലെങ്കിൽ തേജസ്സിന്റെ ദേശം എന്ന് എഴുതിയ സ്വർലോകത്തെ വിളിക്കുന്നു. തേജസ് നമ്മളെ ആനന്ദിപ്പിക്കുന്നു. അതുപോലെ തേജസ്സിന്റെ ദേശമെന്ന് സ്വർലോകത്തെ, പരലോകത്തെ അഥവാ സ്വർഗരാജ്യത്തെ, പരദീസെ വിളിക്കുന്നു. അല്ലെങ്കിൽ ദൈവത്തിന്റെ ശക്കേന, പഴയ നിയമത്തിന്റെ ശക്കേന, ഈ പുതിയ നിയമത്തിലുള്ള തേജസ് എന്ന് കർത്താവിന്റെ മാത്രമുള്ള ഒരു അവകാശവാദവും ദൈവത്തിൽ മാത്രം വെളിപ്പെടുന്ന ഒരു പ്രകാശമാണ് ഈ തേജസ് ശക്കേന എന്നൊക്കെ പറയുന്നത്. മറ്റാർക്കും പ്രകടിപ്പിക്കാൻ കഴിയത്തില്ല. അല്ലേരിയ നാം ഇപ്പോഴും ആ തേജസ്സോടും സ്തോത്രത്തോടും സ്തുതിയോടും കൂടി ബഹുമാനത്തോടു കൂടി നമ്മുടെ കർത്താവിന്റെ അരികിലേക്ക് വരണമെന്ന് നമ്മുടെ ദൈവം ആഗ്രഹിക്കുന്നത്. ഇവിടെ പറയട്ടെ, നാം ഇപ്പോഴും ആ ദൈവിക തേജസ്സോടെ, സ്തോത്രത്തോടെ, സ്തുതിയോടും ബഹുമാനത്തോടും കൂടെ നമ്മുടെ കർത്താവിന്റെ അരികിലേക്ക് വരണം. അതേസമയം തേജസ് പ്രാപിച്ച് അല്ലേരിയ നാം രൂപാന്തരം പ്രാപിക്കുന്ന പ്രത്യക്ഷതയ്ക്ക് വേണ്ടി ആ കാഹളനാഥം കേൾക്കുവാൻ ആത്മാവ് ഒരുക്കത്തോടു കൂടി ഇരിക്കണമെന്നാണ് പരിശുദ്ധാത്മാവ് ഈ പ്രഭാതത്തിൽ സകല ജനത്തോട് ദൂത് പറയുക. അല്ലേരിയ പരിശുദ്ധാത്മാവ് പറയുന്നത്, കർത്താവിന്റെ പ്രത്യക്ഷത സമയമായി, കാഹളം ധരിക്കാനുള്ള സമയമായി. നമ്മുടെ പ്രാണപ്രിയൻ അരിമനാഥൻ, നമ്മുടെ മണവാളനായ കർത്താവ് നമുക്ക് വേണ്ടി സ്വർഗാരോപണം ചെയ്ത് പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്ന കർത്താവ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നവൻ തന്റെ വിശുദ്ധ മണവാട്ടി സഭയെ തന്റെ കാന്തയെ ചേർക്കാൻ മധ്യാകാശത്തിൽ കാഹളധ്വനിയോടെ വരാൻ സമയമായി. അല്ലെങ്കിൽ അതുകൊണ്ട് നമ്മളെപ്പോഴും ആ തേജസ് നിറഞ്ഞവരായിരിക്കണമെന്ന് പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുകയാണ്. അപ്പം കാഹളം ധരിക്കുമ്പോൾ കണ്ണിവെക്കുന്നതിനിടയിൽ ക്രിസ്തുവിന്റെ അല്ലെങ്കിൽ സാദൃശ്യത്തിന് തുല്യമായ കണ്ണിവെക്കുന്നതിനിടയിൽ നമ്മൾ രൂപാന്തരം പ്രാപിക്കുന്നത് പറയാൻ പറ്റത്തില്ല. അതിന്റെ വർണ്ണന എങ്ങനെയാണെന്ന് വാക്കുകളിലൂടെ, പ്രവൃത്തിയിലൂടെ നമ്മുടെ ഒരു ശുശ്രൂഷയിൽ പോലും നമുക്ക് വെളിപ്പെടുത്താൻ പറ്റില്ല. കാരണം കണ്ണിവെക്കുന്നതിനിടയിൽ നോടി നേരത്തിനുള്ളിൽ അല്ലെങ്കിൽ സ്തോത്രം അല്ലെങ്കിൽ എത്ര അതുപോലെ നമ്മുടെ ഈ രൂപം അങ്ങ് മാറുമെന്ന്, നമ്മുടെ ഈ ഭാവം മാറും. നമ്മുടെ ഈ ഭൂമിയിൽ ഈ മണ്ണുകൊണ്ടുള്ള ഈ കൂടാരം വിട്ട് തേജസ്സേറിയ രൂപാന്തരം പ്രാപിച്ച ശരീരത്തോട് ക്രിസ്തുവിനോട് തുല്യമായി, ക്രിസ്തുവിന് അനുരൂപമായ അനുഭവത്തിലേക്ക് രൂപാന്തരപ്പെടും. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, പേടിക്കേണ്ടെന്നേ, സങ്കടപ്പെടേണ്ട. ദുഃഖങ്ങളൊക്കെ ഉണ്ട്, കണ്ണുനീരൊക്കെ ഉണ്ട്. അതിന്റെ നടുവിൽ നമ്മുടെ കർത്താവ് നമ്മളെ കരുതും. അല്ലേരിയ ഇവിടെ വെളിപ്പെടുമുള്ള തേജസ് എന്നൊക്കെ പറഞ്ഞാൽ അല്ലേരിയ ദൈവത്തിന്റെ അതുല്യമായ തേജസ് നമ്മൾ വെളിപ്പെടുമ്പോൾ നാം സഹിച്ച കഷ്ടങ്ങൾ തൊട്ടി നേരത്തേക്കുള്ള ലഘുമായ കഷ്ടങ്ങൾ മാത്രമാണെന്നാണ് പരിശുദ്ധാത്മാവ് പറയുന്നത്. അല്ലേരിയ എന്നെ കേൾക്കുന്നവരുടെ സ്നേഹിതര, കഷ്ടങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്. അതില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. എനിക്കുമുണ്ട്, നിങ്ങൾക്കുമുണ്ട്. പക്ഷേ ആ കർത്താവിന്റെ തേജസ് നമ്മുടെ ഉള്ളിൽ വെളിപ്പെടുമ്പോൾ, കർത്താവിന്റെ തേജസ്സിലേക്ക് നമ്മൾ വന്നു കഴിയുമ്പോൾ നമ്മൾ അനുഭവിച്ച കഷ്ടങ്ങളെല്ലാം ഡ്യൂട്ടി നേരത്തേക്കുള്ള കഷ്ടമായി അത് നിന്നെ വിട്ട് മാറും. അല്ലേരിയ ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ വചനം കേട്ടുകൂടിയ പലരും നിങ്ങൾ വളരെ കഷ്ടതയുടെ, സങ്കടത്തിലൂടെ, ദുഃഖത്തിലൂടെ, കണ്ണതിലൂടെ സമാധാനമില്ലാതെ കടന്നു പോകുന്നവരാണ്. ജീവിതത്തിൽ സമാധാനത്തിന്, സ്വസ്ഥതയ്ക്ക് വേണ്ടി ഒന്ന് സന്തോഷിക്കാൻ വേണ്ടി നല്ലതായിട്ട് ചിരിപ്പാൻ കൂടി കഴിയാതെ, സ്നേഹത്തിന്റെ ഒരു വാക്ക് കേൾക്കാതെ ഇന്നും നിന്നുള്ള അപമാനങ്ങളും പരിഹാസങ്ങളും ദൂഷ്യങ്ങളും വിമർശനങ്ങളുടെ നടുവിൽ ഹൃദയം ഒഴുകിയിരിക്കുന്നവരെ നിങ്ങൾ ഓരോരുത്തരും. അല്ലേരിയ അത് നിങ്ങളുടെ കുടുംബത്തിലും ജീവിതത്തിലും, നിങ്ങളുടെ ബിസിനസ്സിനകത്തിന്റെ ജോലിയില്, നിങ്ങൾ ആയിരിക്കുന്ന എല്ലാ മേഖലയിലും നിങ്ങൾ വിശ്വസിച്ചവരും, നിങ്ങളുടെ ഉറ്റവരും ഉടവരും സമ്മത സഹചാരികളും, നിങ്ങളുടെ ഫ്രണ്ട്സാണ് ചങ്കാന്ന് പറഞ്ഞവർ പോലും നിങ്ങളുടെ ഹൃദയത്തെ കുത്തി വേദനിപ്പിക്കുന്ന വിധത്തിലുള്ള കുത്തുവാക്കുകൾ പറയുമ്പോൾ
അലേറിയ. അങ്ങനെയുള്ള ഒരുപാട് കഷ്ടതയിലൂടെ കടന്നു പോകുന്ന അനവധി ആളുകളെ എൻ്റെ ശുശ്രൂഷയിലേക്ക് കാണുവാനും കേൾക്കുവാനും അവരോട് സംസാരിപ്പാനും അവർക്ക് വേണ്ടി വളരെ കണ്ണുനീരോടെ പ്രാർത്ഥിപ്പാനും ഒക്കെ ദൈവനെ സഹായിച്ചുകൊണ്ടിരിക്കുക. അല്ലേരിയ. എങ്കിലും ഞാൻ പറയട്ടെ, നമ്മൾ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ അല്ലേരിയ സാരമില്ലെന്ന് പൗലോസ് എന്നത്ത് പറഞ്ഞ പോലെ ഇന്നപോലെ എന്നെ കേൾക്കുന്ന മാതാവി പിതാവേ, നീ അനുഭവിക്കുന്ന ക്ലേശങ്ങൾ എത്ര വലുതായിരുന്നാലും ഭയാനകമായിരുന്നാലും അതിന്റെ നടുവിൽ ദൈവ തേജസ്സിന്റെ മേൽ വരുമ്പോൾ ആ കഷ്ടങ്ങളെല്ലാം ലഘുവായി മാറും. നിന്നെ ദൈവം പിടിപ്പിക്കും കേട്ടോ. നിന്റെ കഷ്ടതയിൽ ദൈവത്തിനെ പുറത്തെടുപ്പാൻ ആഗ്രഹിക്കുക. നിന്റെ കണ്ണുനീരിനെ മാറ്റാൻ ദൈവം ആഗ്രഹിക്കുക. മനസ്സിനകത്ത് ഒരുപാട് ഭാരങ്ങൾ, ഹൃദയത്തിനകത്ത് ഒരുപാട് ഭാരങ്ങൾ എല്ലാം എവിടെ ഇറക്കി വെക്കും? ആരോട് പറയും? ആരെന്റെ സങ്കടം കേൾക്കും? ആരെന്റെ കണ്ണുനീര് കാണും? ആരെന്നെ ആശ്വസിക്കും? ഒരു നല്ല വാക്ക് കേൾക്കാൻ വേണ്ടി, ഒരു നല്ല വർത്തമാനം കേൾക്കാൻ വേണ്ടി, സ്നേഹത്തോടെയുള്ള ഒരു വിളി കേൾക്കാൻ വേണ്ടി എത്ര കാലമായി സഹോദര സൗകര്യം കാത്തിരിക്കുന്നു. എല്ലാവരും നിന്നെ വിടക്കെന്ന് പറഞ്ഞ് മാറ്റി നിർത്തി തള്ളി മാറ്റുമ്പോൾ അല്ലെങ്കിൽ അതിന്റെ നിലയിൽ നീ എത്രയോ പ്രാവശ്യം തോരാത്ത കണ്ണുനീരുമായി ഇരുന്നിട്ടുണ്ട്. മരിച്ചാ മതി, ജീവിക്കണ്ട, ഇവിടെ കൊണ്ട് നിർത്തിയേക്കാം, അവസാനിപ്പിച്ചേക്കാം, എല്ലാം മടുത്തു എന്നൊക്കെ പറഞ്ഞ് നീ എത്രയോ പ്രാവശ്യങ്ങൾ ജീവിതത്തിൽ നിന്നെ തന്നെ ശപിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അതിന്റെ നടുവിൽ പരിശുദ്ധന്മാരിൽ പ്രമാദത്തിൽ പറയുക, നിന്നിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ സഹോദരി സഹോദര, എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, എന്നെ കേൾക്കുന്ന ശ്രോതാവേ, നിന്നിൽ വെളിപ്പെടുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് നീ എണ്ണിക്കൊണ്ട് നീ കർത്താവിന്റെ തേജസ്സിന് വെളിപ്പെടാൻ വേണ്ടി നീ ആഗ്രഹിക്കണം. ഈ ലോകം ഇരുളാണ്, ഈ ലോകം അന്ധകാരമാണ്, ഈ ലോകം പൈശാചികമാണ്, അകൃത്യങ്ങൾ നിറയപ്പെടുന്ന പാപം നിറയപ്പെട്ടതാണ്, സകല ദുഷ്പ്രവൃത്തികളും സകല അറയ്ക്കുന്ന പാപങ്ങളും ഈ ഭൂമിയിലുള്ള സാത്താൻ സകല ജനത്തെ ഗോതമ്പ് മാറ്റുന്ന പോലെ മാറ്റി അവന്റെ അടിമയാക്കിക്കൊണ്ടിരിക്കുക. ഏത് വിശുദ്ധയും പാപത്തിലേക്ക് തള്ളിയിടാൻ പിശാച് നമ്മുടെ മുമ്പിൽ കൺമോഹം, ജഡമോഹം, ജീവിതത്തിന്റെ പ്രതാപമൊക്കെ കൊണ്ടുവന്ന് നമ്മളെ ആശിപ്പിച്ച് ആശ നമ്മുടെ ഹൃദയത്തിനകത്ത് മോഹം ജനിപ്പിച്ച് ഒരു സ്ത്രീ ഗർഭം ധരിക്കുന്നത് പോലെ നമ്മുടെ ഉള്ളിൽ പാപത്തെ ഗർഭം ധരിപ്പിക്കും. അല്ലേറിയ. ആ പാപം വിളിച്ചിട്ട് നമ്മൾ മരണത്തെ പിറവെന്നാണ് അതിലൊക്കെ വായിക്കുന്നത് കേട്ടോ. അല്ലേറിയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, നിന്റെ ജീവിതം വിശുദ്ധമായി മാറട്ടെ. നിന്നിൽ ആ തേജസ് വെളിപ്പെട്ടാൽ അല്ലേലൂയ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ലെന്നാണ്. അപ്പൊ നൊടി നേരത്തേക്കുള്ളതാണ് എല്ലാം. അല്ലേലൂയ. ഇവിടെ നമ്മൾ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ ആദാമിന്റെ വീഴ്ചയെ തുടർന്നുണ്ടായ പാപത്തിൽ നിന്നും മോചനം അമ്മയെ കാക്ഷിച്ച് ആമെ സൃഷ്ടിജാലങ്ങളും കാത്തിരിക്കുക. ആദാമ്യ വർഗം, ആദാം ഹവ്വ ചെയ്തു പോയ പാപമുഖാന്തരം സകല മേഖലയും തേജസ് നഷ്ടപ്പെട്ടു. മനുഷ്യന്റെ തേജസ് നഷ്ടപ്പെട്ടു, ഭൂമിയുടെ തേജസ് നഷ്ടപ്പെട്ടു, മൃഗജാതി ഇഴജാതികളെല്ലാം തേജസ് നഷ്ടപ്പെട്ടു. പാപം ചെയ്യുന്നതിന് മുമ്പ് ഇതെല്ലാം എങ്ങനെ ഇരുന്ന് നമുക്ക് പോലും അറിയത്തില്ല. അതിനെല്ലാം ഒരു തേജസ്സുണ്ട്. പക്ഷേ ആ പാപമുഖാന്തരം നഷ്ടപ്പെട്ടു പോയ തേജസ്സിനെ വീണ്ടെടുക്കാൻ വേണ്ടി സകല സൃഷ്ടിജാലങ്ങൾ കാത്തിരിക്കുമ്പോൾ ഞാനും നിങ്ങളോ പാപത്തിന് അധീനമായി ശരീരത്തിൽ വീണ് പാപത്തിന് വശീകൃതമായി നിങ്ങളുടെ ജീവിതത്തെ നീ തകർത്ത് കളയാതെ ആ ദിപിതാക്കന്മാർ ചെയ്തു കൂട്ടിയ പാപത്തിൽ നീ മോചനം പ്രാപിക്കാൻ വേണ്ടിയ ദൈവിക തേജസ് നിന്റെ ഉള്ളത്തിലേക്ക് വരുവാൻ വേണ്ടി ആ തേജസ്സോ നിറയപ്പെട്ട് എന്റെ കഷ്ടതയ്ക്കൊരു മാറ്റം വരാൻ വേണ്ടി ഇന്ന് പകൽ നീ ദൈവസ്ഥനിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ എന്നെ കേൾക്കുന്ന മാതാവിൽ നിന്റെ ജീവിതത്തിൽ ഏകാന്തതയെ മാറ്റി തരുവാൻ സ്വർഗം അഭിശക്തമാകട്ടോ. നിന്റെ ജീവിതത്തിൽ ഏകാന്തത, എത്ര കാലമായി നീ ഏകാന്തത അനുഭവിക്കുന്നു, എത്ര കാലമായി നീ സങ്കടപ്പെടുന്നു. അല്ലേലൂയ. രാത്രിയുടെ ഓരോ യാമങ്ങളിൽ നീ എന്തുമാത്രം സ്വപ്നങ്ങൾ കാണുന്നു, എന്തെല്ലാം ദർശനങ്ങൾ കാണുന്നു, എന്തെല്ലാം നിന്റെ മനസ്സിലൂടെ കടന്നു പോകുന്നു. അല്ലേലൂയ. പലപ്പോഴും സ്നേഹത്തിന് വേണ്ടി ആഗ്രഹിക്കാറില്ലേ, ഒരു സന്തോഷത്തിന് വേണ്ടി ആഗ്രഹിക്കാറില്ലേ, പലപ്പോഴും വീട്ടിനകത്തുനിന്ന് പോലുള്ള കുത്തുവാക്കുകൾ കേട്ട് നിന്റെ ഹൃദയം നൊമ്പരപ്പെടാറില്ലേ. അല്ലേലൂയ. ഇതൊക്കെ ഉണ്ടെന്ന്, ഇതൊക്കെ ഉള്ളതാ. അല്ലേലൂയ. അതിലേക്ക് നടുവിലാണ് നമ്മൾ ജീവിക്കേണ്ടത്. ഇങ്ങനെയുള്ള എല്ലാ കഷ്ടങ്ങളും ഉള്ളപ്പോൾ, പ്രതിസന്ധികളും ഉള്ളപ്പോൾ നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ്സിന്റെ മഹത്വത്തെ കുറിച്ച് നമ്മൾ തിരിച്ചറിയണം. അല്ലേലൂയ. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് എന്ന് പറയാൻ ദൈവത്തിന്റെ തേജസ്സാണ്. നഷ്ടപ്പെട്ടു ആദാമിന് ഹവ്വയ്ക്ക് നഷ്ടപ്പെട്ടു പോയ തേജസ്സാണ്. ആ തേജസ് ദൈവം നമ്മളിലേക്ക് മടങ്ങി തരുമ്പോൾ അല്ലേലൂയ നമ്മുടെ കഷ്ടങ്ങളൊന്നും ഇല്ലെന്ന് കാറ്റടിച്ചു പോയതുപോലെ കാറ്റടിക്കുന്നു. വലിയ കാറ്റ് വരെ നമ്മൾ കണ്ടു. അത് എവിടെ നിന്ന് വന്നു, എങ്ങോട്ട് പോയെന്ന് നമുക്കറിയത്തില്ല. ഇന്ന് പറഞ്ഞതുപോലെ ദൈവ തേജസ് നിന്റെ മേൽ വന്നു കഴിയുമ്പോൾ അല്ലേലൂയ നിന്റെ കഷ്ടങ്ങൾ എങ്ങോട്ട് പോയെന്നറിയാത്തതിൽ ദൈവം നിന്നെ മേൽക്ക് മേൽ ഉയർത്തുക തന്നെ ചെയ്യും. അല്ലേലൂയ. നിന്റെ ജീവിതത്തിൽ നീ ഇതുവരെ അനുഭവിച്ച ഭാരങ്ങൾ
ഞാൻ ഓരോ ദിവസം വളരെ ഇങ്ങനെ ഓരോ കാര്യം ചിന്തിക്കുകയാണ്. ഓരോ ദിവസം ഓരോ കുടുംബത്തിനകത്ത് എന്തുമാത്രം പ്രശ്നങ്ങളാണ് നടക്കുന്നറിയോ. ഓരോ ദിവസം ഓരോ കുടുംബത്തിൽ എന്തുമാത്രം പ്രതികൂലങ്ങൾ. ഭാര്യ പണി ചെയ്യുന്നു, ഭർത്താവ് പണി ചെയ്യുന്നു, രണ്ടുപേരും പണിയെടുത്ത് പണം ഉണ്ടാക്കുന്നു, പക്ഷെ അതെല്ലാം നഷ്ടപ്പെടുന്നു. ഭർത്താവിന്റെ അമിതമായ മദ്യപാനം, അല്ലെങ്കിൽ ഭാര്യ സമ്പാദിക്കുന്ന പണം വരെയും മേടിച്ചുകൊണ്ട് അതല്ലേ അപകരിച്ച് മോഷ്ടിച്ചെടുത്ത് കൊണ്ടുപോയി കള്ളടിച്ച് വീട്ടിനകത്തോ പ്രശ്നം ഉണ്ടാക്കുന്ന ഭർത്താക്കന്മാർ രാപകലില്ലാതെ പണിയെടുത്ത് വലിയ പാടത്തും പറമ്പിലും ബോർഡിലും കല്ലിലും മണ്ണിലും പണിയെടുത്ത് ചോര വേർപ്പാക്കി അധ്വാനിച്ച് വൈകിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ ഭർത്താവിനെ ശാസിക്കുന്ന, ശകാരിക്കുന്ന, ഒരു സ്നേഹത്തിന് വാക്ക് പറഞ്ഞു കൊടുക്കാതെ, ചായ എടുത്തു കൊടുക്കാതെ, മൊബൈലിൽ തോണ്ടിക്കളിച്ചിരിക്കുന്ന സഹോദരി, നീ മാനസാന്തരപ്പെട്ടോ. അല്ലെങ്കിൽ ഭവനത്തിനകത്ത് ദൈവദേശം നിറയപ്പെടട്ടെ. കുടുംബ ജീവിതം എന്നൊക്കെ പറഞ്ഞ് സമാധാനമായിരിക്കും. നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായി മുന്തിരിവള്ളി, നിന്റെ മക്കൾ നിന്റെ മേശയിൽ ഒരുവിധങ്ങൾ പോലെ ഇരിക്കണമെങ്കിൽ നിന്റെ ഭവനത്തിനകത്ത് നഷ്ടപ്പെട്ടു പോയി ദൈവിക തേജസ് 128 സംഗീതം വായിക്കണം കേട്ടോ. അതിനകത്ത് എഴുതിയിട്ടുണ്ട്, നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി, നിന്റെ മക്കൾ നിന്റെ മേശയിൽ ഒരുവിധങ്ങൾ പോലെ ഇരിക്കണമെങ്കിൽ അങ്ങനെ ഒരു അനുഭവം നിന്റെ കുടുംബത്തെ അസ്വർഗ സമാനമായ ദൈവിക സ്നേഹത്താൽ നിറയപ്പെട്ട, ദൈവിക സന്തോഷം നിറയപ്പെട്ട, ആനന്ദത്താൽ നിറയപ്പെട്ട അലരിയ ഒരു സമാധാനമുള്ള കുടുംബമായി നിന്റെ ജീവിതം, നിന്റെ കുടുംബത്തിനകത്ത് ദൈവിക ഷെക്കേന ഇറങ്ങി വരണമെങ്കിൽ, ദൈവ തേജസ് ഇറങ്ങി വരണമെങ്കിൽ, അല്ലെങ്കിൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ മാറി പോകണമെങ്കിൽ, നഷ്ടപ്പെട്ടു പോയ തേജസ് വീണ്ടെടുക്കാൻ വേണ്ടി നീ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് മടങ്ങി വരണം. ആ തേജസ് തരുവാൻ യേശുവിന് മാത്രമേ കഴിയുള്ളൂ കേട്ടോ. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് സിനിമയിൽ വരാൻ പോകുന്ന തേജസ്സിനെ കുറിച്ച് വളരെയധികം ധ്യാനിച്ചു. ആ തേജസ് പ്രാപിക്കാൻ വേണ്ടി ഈ ഭൂമിയിൽ എത്രമാത്രം കഷ്ടപ്പാടുകൾ അനുഭവിക്കുവാനും തയ്യാറായിരുന്നു പൗലോസ്. ഹല്ലേലൂയ. തന്റെ കഴിഞ്ഞകാല ജീവിതം വലിയ ക്രൂരനായിരുന്നു. ഹല്ലേലൂയ. വളരെ കോപാശീലനായി ഈ മാർഗക്കാരി എന്ന് പറഞ്ഞ ദൈവമക്കളെ കണ്ടാൽ പിടിച്ചു കെട്ടി യെരൂശലേമിൽ കൊന്നു കളയുന്ന സ്വഭാവം. ഹല്ലേലൂയ. സ്തെഫാനോസിനെ കൊല്ലുമ്പോൾ, കല്ലെറിഞ്ഞ് കൊല്ലുമ്പോൾ അവന്റെ വസ്ത്രം കാത്തുകൊണ്ട്, അല്ലെങ്കിൽ അവിടെ നിന്ന് വസ്ത്രം കാത്തുകൊണ്ട് കാവൽ നിന്നും അവന് സമ്മതം കൊടുത്തവൻ. ഹല്ലേലൂയ. അപ്പൊ ഇങ്ങനെയുള്ള പിടിച്ചു കിട്ടി യെരൂശലേമിലേക്ക് കൊണ്ടുവരാൻ മഹാപുരോഹിതന്റെ അധികാരപത്രം വാങ്ങി പുറപ്പെട്ട് ആ ദമസ്കോസ് പടികൾ വെച്ച് ദൈവം ശൗലിനെ സന്ദർശിച്ചു കഴിഞ്ഞപ്പോൾ ദൈവതേജസ് തന്റെ വീട്ടിലേക്ക് വന്നപ്പോൾ തന്റെ ജീവിതത്തിനകത്ത് വലിയൊരു മാറ്റം, തേജസ് പ്രാപിച്ചവനായി പിന്നീട് കർത്താവ് ദൈവ തേജസ് ആദാമി വർഗത്തെ തന്റെ ജീവിതത്തിൽ നിറഞ്ഞ ശാപത്തിന്റെ കെട്ടുകൾ, പാപത്തിന്റെ ബന്ധനത്തെ കെട്ടുകൾ മാറി ക്രിസ്തുവിൽ പൗലോസ് സ്വതന്ത്രനായി തേജസ് പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ തന്നെ വെളിപ്പെടുവാനുള്ള തേജസ്സിനെ കുറിച്ച് പൗലോസ് ദർശനം കണ്ടു. അതിന് വേണ്ടി കർത്താവിന് വേണ്ടി കഷ്ടങ്ങളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ദുഃഖങ്ങളും കണ്ണുനീരുകളും പൗലോസ് അനുഭവിച്ചു. അതിന്റെ പിന്നാലെ പൗലോസിനെ ദൈവം ശക്തമായി ദൈവസഭയുടെ ഈടുറ്റ ലേഖനങ്ങൾ എഴുതി നമുക്ക് നമ്മുടെ കാര്യങ്ങളിൽ തരത്തക്ക പോലെ ശക്തനായ മനുഷ്യനെ ദൈവം ഉപയോഗിച്ചു. അത് നിന്നിൽ വെളിപ്പെടുവാൻ തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിന് കഷ്ടം സാരമില്ല സഹോദരി. ദൈവത്തിന് നിന്നെ ആവശ്യമാണ്. സഹോദര, ദൈവത്തിന് നിന്നെ ആവശ്യമാണ്. കർത്താവിന് നിന്നെ ആവശ്യമാണ്. സഹോദരി, മോളെ നിന്നെ ദൈവത്തിന് ആവശ്യമാണ്. യുവതിവാവേ, യേശുവിന് നിന്നെ ആവശ്യമാണ്. നീ കരയരുത്. ഹല്ലേലൂയ. സ്വന്തം നീ ബാല്യത്തിലാണ്, നീ കൗമാരത്തിലാണ്, നീ യൗവനത്തിലാണ്, നീ വാർദ്ധക്യത്തിലാണ്. ശൈശവത്തിന്റെ കുഞ്ഞുങ്ങൾക്ക് തിരിച്ചറിവ് അവർക്ക് അമ്മയുടെ മാറത്തിരിക്കുക, അവരുടെ അമ്മയുടെ മടിയിലിരിക്കുക. അവരെ ശൈശവത്തിലെ കുഞ്ഞുങ്ങളെ അമ്മമാർ പാൻകുട്ടി വളർത്തുക. എന്നാൽ നിന്റെ ബാല്യത്തിലേക്ക് വന്നപ്പോൾ, നീ കൗമാരത്തിലേക്ക് വളരുമ്പോൾ, നീ യൗവനത്തിലേക്ക് വരുമ്പോൾ, നീ വാർദ്ധയിലേക്ക് വരുമ്പോൾ, നീ പ്രായത്തിൽ ഓരോ ദിവസം വളർന്ന് ഓരോ ദിവസവും നിന്റെ ജീവിതത്തിന്റെ സ്ഥിതിഗതികൾ മാറി വരുമ്പോൾ, ഈ പാപം നിറഞ്ഞ ലോകത്തിൽ പാപത്തിലേക്ക് വീണ ആദാമിൽ ഉണ്ടായിരുന്ന ആ സ്വഭാവം നിന്നിൽ വെളിപ്പെടാതിരിക്കണമെങ്കിൽ നിന്നിൽ വെളിപ്പെടുവാണ് തേജസ്സിനെ കുറിച്ച് നിനക്ക് ബോധ്യം ഉണ്ടാകണം. അങ്ങനെ കേട്ടോ. അല്ലെങ്കിൽ അപ്പൊ ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കുന്നത് കാണാൻ കഴിയുന്നത് നമ്മളിൽ വെളിപ്പെടുവാനുള്ള തേജസ്, ഈ ദൈവ തേജസ്കരണത്തോടു കൂടിയ നിറവോട് നിറവേറുകയുള്ളൂ. ഈ ദൈവ കർത്താവിന്റെ വരവിനോട് കൂടി നമ്മൾ നിറവേറും കേട്ടോ. ഹല്ലേലൂയ. അപ്പം ദൈവമക്കൾ തേജസ്സിന്മേൽ ഉയർക്കുമ്പോൾ പ്രാപിക്കാൻ പോകുന്ന സ്വാതന്ത്ര്യം, ഹല്ലേലൂയ, മറ്റെല്ലാ സ്വാതന്ത്ര്യത്തെക്കാളും വലുതാണ്. അതുകൊണ്ടാണ് ഒരു പാപി മാനസാന്തരപ്പെടുമ്പോൾ സന്തോഷം. ഞാൻ പറയട്ടെ, ഇന്നേക്ക് 26 വർഷങ്ങൾക്ക് മുമ്പ് പാപിയായിരുന്ന, ക്രൂരനായിരുന്ന, ജഡികനായിരുന്ന, പ്രാകൃതനായിരുന്ന, ഒരു മദ്യപാനിയായിരുന്ന, മയക്കുമരുന്ന് അടിമയായിരുന്ന, ആർക്കും വേണ്ടാത്തവനായിരുന്ന, ലോകത്തിനും സമൂഹത്തിനും നിയമത്തിനും വീട്ടുകാർക്കും വേണ്ടാത്തവനായിരുന്ന എന്നെ എന്റെ കർത്താവ് സ്നേഹിച്ച തേജസ്സിനെ കുറിച്ച് എന്നോട് പറഞ്ഞപ്പോൾ, തേജസ്സിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ, ആ തേജസ്സിന് പകരം ആദാമ്യ വർഗത്തിൽ എന്റെ മേൽ സംഭവിച്ച ശാപം
എനിക്ക് നഷ്ടപ്പെട്ടു പോയി തേജസ് എനിക്ക് പുതുക്കി മടക്കി തന്നപ്പോൾ അല്ലെങ്കിൽ എൻ്റെ ഹൃദയത്തിനകത്തുണ്ടായ സമാധാനം സന്തോഷമോ ഞാൻ വിളിച്ചു പറയുന്നല്ലോ കേട്ടോ. ഞാൻ പണക്കാരനായതോ കോടീശ്വരനായതുകൊണ്ട് ചില ആളുകളൊക്കെ പറയുന്ന പാപ്പച്ചപ്പാസ് ഭയങ്കര കോടീശ്വരനാണ്. എന്നെ കേൾക്കുന്ന ഇന്ന് റേഷൻ കടയിൽ അരി കണ്ട കഞ്ഞി കുടിക്കുന്നത് കേട്ടോ. ചിലപ്പോൾ പാപ്പച്ചപ്പാസ് ഭയങ്കര കോടീശ്വരനാണ്. ഈ കഴിഞ്ഞൊരു ദേവദാസം എന്നെ വിളിച്ചു പലവാഴ്ച വിളിക്കും. എനിക്ക് പിന്നെ അവസാനം സങ്കടമാണോ ശരിയാണോ ഒക്കെ വന്നു. ആ ദേവദാസൻ ആരോട് പറഞ്ഞു കൊടുത്തതാണ് പാപ്പച്ചമ്പാസ് ഭയങ്കര കോടീശ്വരൻ. പുള്ളി ഭയങ്കര ഫേസ്ബുക്കിലൊക്കെ യൂട്യൂബിലൊക്കെ ഒരുപാട് മെസ്സേജ് പറയുന്നുണ്ട്. പുള്ളിയെ കണ്ടില്ല, പുള്ളി ഭയങ്കര പണക്കാരനാണെന്ന് പറഞ്ഞ് അങ്ങ് ധരിപ്പിച്ചു. ആ സഹോദരൻ അത് കേട്ട് വിശ്വസിച്ചു കേട്ടോ. എന്നിട്ട് ഈ സഹോദരൻ എന്നെ വിളിക്കുക, പാസ്റ്റർ എന്നാണ് കേരളത്തിലേക്ക് വരുന്നത്, എന്നാ ഇന്ത്യയിലേക്ക് വരുന്നത്, പാസ്റ്ററുകളുണ്ടോ, നാട്ടിലുണ്ടോ? ഞാൻ പറഞ്ഞ എൻ്റെ സഹോദരൻ, ഞാൻ കേരളം വിട്ട് എങ്ങോട്ടും പോയിട്ടില്ല, ഇന്ത്യ വിട്ട് എങ്ങോട്ടും പോലെ കേരളം വിട്ട് ചിലപ്പോൾ കർണാടകത്തിനും തമിഴ്നാട്ടിലൊക്കെ ഒന്ന് പോയിട്ടുണ്ട് അല്ലെങ്കിൽ. പിന്നെ ഞാൻ അത്യാവശ്യം ഡൽഹി വരെ ഒരു പ്രാവശ്യം പോയിട്ടുള്ള 2-3 ദിവസത്തേക്ക്. അത്രയും എനിക്ക് പുറം ലോകമായിട്ട് വേറെ അല്ലാതെ ഞാൻ കേരളത്തിൽ തന്നെയുണ്ട്. അല്ല പാസ് ഇവിടെ എത്തുക, നല്ല പാസ് പുറം രാജ്യത്താണെന്നാണ് ഞങ്ങൾ കേട്ടത്. ഞാൻ പറഞ്ഞ സഹോദര, അതിനെ കുറിച്ച് ഇങ്ങനെ ഒരുപാട് വ്യാജപ്രചരണങ്ങൾ പറഞ്ഞിടത്ത് ഒരുപാട് ആളുകളുണ്ട്. അത് അവരെങ്ങനെ പറയട്ട്, നിങ്ങളങ്ങനെ വിശ്വസിക്കരുത്. നിങ്ങൾ എൻ്റെ രീതിയിലേക്ക് പോകാം. എൻ്റെ അഡ്രസ്സൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. എൻ്റെ ഫോൺ നമ്പറൊക്കെ എൻ്റെ ഓരോ മെസ്സേജിൻ്റെയും താഴെ ഞാൻ കൊടുക്കാറുണ്ട്. നിങ്ങളെ വിളിച്ചിട്ട് ഞാൻ താമസിക്കും ഗുരുവായൂരിലേക്കും എൻ്റെ വീടും എൻ്റെ പരിസരവും എൻ്റെ സാഹചര്യങ്ങളും ഞാൻ നിൽക്കുന്ന സമസ്യയൊക്കെ ഒന്ന് കാണണം. അങ്ങനെയൊക്കെയാണ് നമ്മൾ ചിലരൊക്കെ നമ്മളെ ഭയങ്കരമായിട്ട് ക്രൂശിക്കും. എന്ന് പറഞ്ഞാൽ നമ്മൾ ഭയങ്കര കോടീശ്വരനാണ് ജനത്തിന് മുമ്പിൽ പറഞ്ഞങ്ങ് അവതരിപ്പിച്ച് നമ്മളെ ഭയങ്കര കോടീശ്വരനാക്കി വെച്ചിരിക്കുകയാണ്. നല്ലൊരിയ അതുകൊണ്ട് എന്ത് ചെയ്യണം, വളരെ കഷ്ടസാഗരത്തെ ഞാൻ അനുഭവിക്കുന്നു. പക്ഷേ ദൈവം എല്ലാം കാണും. ഞാൻ ദൈവത്തോട് കർത്താവി അങ്ങനെ നിന്ദിക്കുന്നവരുടെ പരിഹാസം പറയുന്നുണ്ട്, എന്നെ അപമാനിക്കുന്നവരോട് എന്റെ താഴ്ത്തിക്കെട്ട് നന്മകളെല്ലാം തടയുന്നവരുണ്ട്. എന്നാലും കർത്താവ് ഞങ്ങളുടെ തേജസ് വിട്ട് ഞാൻ പ്രാപിച്ച തേജസ്സിനകത്ത് പുറത്തേക്ക് വരും. എൻ്റെ വാക്കുകൊണ്ടോ എൻ്റെ പ്രവൃത്തിയുടെ നോട്ടം കൊണ്ടോ അവർക്കെതിരെ ഒരു വാക്കുപോലും പറയാനിടയാകരുത്. ശത്രുക്കളെ സ്നേഹിപ്പീനെന്ന് പറഞ്ഞ കർത്താവേ നിന്റെ അനുരിയ നിന്നെ ഉപദ്രവിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞ കർത്താവ് എന്റെ ശത്രുക്കളായി നിൽക്കുന്ന എന്നെ കുറിച്ച് ആവശ്യമില്ലാത്ത പറഞ്ഞ് മറ്റു ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന എന്റെ പ്രിയ സുഹൃത്തുക്കളോട്, എന്റെ പ്രിയ സഹോദരങ്ങളോട്, എന്റെ ദിവ്യ സഹപാഠികളോട്, സഹസുഹൃത്തുക്കളോട്, സഹവിശ്വാസികളോട് ക്ഷമിക്കണമേ എന്ന് ഞാൻ അവരോട് കർത്താവിനോട് പറയും കേട്ടോ. കാരണം ഈ തേജസ് നമ്മളിലുള്ളതുകൊണ്ടാണ് നമുക്ക് അവർ ക്ഷമിക്കാൻ കഴിയുന്നത്. അങ്ങനെയൊക്കെ പലരും പറയും കേട്ടോ. ഇതൊന്നും ഓർത്ത് നിങ്ങൾ ഭാരപ്പെടും. നമ്മളെക്കുറിച്ച് ഒരുപാട് അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കുക. എന്നെക്കുറിച്ച് എന്തെല്ലാം അപവാദങ്ങൾ അവരെടുത്ത് പറഞ്ഞുണ്ടാക്കുന്നത്. ഞാനാണ് ഒരു കാര്യങ്ങൾ ചെയ്യാറുമില്ല. അല്ലേ സ്തോത്രം അല്ലേ. എന്നാലും ചിലർക്ക് ചിലർ ഉപദ്രവിക്കണം. ചിലരുടെ ഇഷ്ടമാണ് ചിലർ ഉപദ്രവിക്കണം, പീഡിപ്പിക്കണം. എന്നെ കേൾക്കുന്ന സഹോദര സൗരി, നിന്റെ കാരണം കൂടാതെ ഉപദ്രവിക്കുക, പീഡിപ്പിക്കുക, നിന്നെ നശിപ്പിക്കുക, നിന്നെക്കുറിച്ച് അപവാദം പറഞ്ഞുണ്ടാക്കുക, നിന്നെക്കുറിച്ച് കള്ളക്കഥകൾ കെട്ടിച്ചമച്ച് നിന്റെ കുടുംബത്തിന്റെ മക്കളെ, നിന്റെ ജീവിതത്തെ തകർക്കാൻ ശ്രമിക്കുന്ന നിന്റെ വിശ്വാസികൾ വരെയുണ്ട്. നിന്റെ നിന്റെ സഭയിലെ ശുശ്രൂഷകന്മാർ വരെ അല്ലവിയ നിനക്കിതേ മാറിയേക്കാം. നീ അല്ലവിയ നിന്നെ ഇഷ്ടപ്പെടാതെ, നീ ചെയ്യുന്നത്, നീ പ്രവൃത്തി, നിന്റെ മേലുള്ള അഭിഷേകം അവർക്ക് ഇഷ്ടപ്പെടാതെ, നിന്റെ ശുശ്രൂഷ നിനക്ക് ഇഷ്ടപ്പെടാതെ ഏതെങ്കിലും വിധത്തിൽ നിന്നെ വലിച്ചു കീറി 4 സൈഡിലേക്ക് പിച്ച് ചെയ്ത് എറിയാൻ ശ്രമിക്കുന്ന ഒരുപാട് ആട്ടുംതോലണിഞ്ഞ് ചെന്നായ്ക്കൾ ദൈവസഭയിൽ ഉണ്ട് കേട്ടോ. പ്രൈസറോ, നമ്മളിവിടെ പ്രാർത്ഥിച്ചാൽ മതി കേട്ടോ. നമ്മൾ വെളിപ്പെടുവാൻ തേജസ് വിചാരിച്ച് ഈ കാലത്തിലെ കഷ്ടം സാരമില്ല. എനിക്കറിയാം എല്ലാ മേഖലയിലും പ്രശ്നമാണ്. കാരണം അത്രമാത്രം ഞാൻ ഓരോ പ്രശ്നങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ ഇവിടെ ദൈവത്തിന് വചനം പറയുന്നത്, ആത്മാവിൽ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ദൈവതേജസ് നഷ്ടപ്പെട്ടു. ദൈവതേജസ് നഷ്ടപ്പെട്ടു. എന്നാൽ കർത്താവ് മനുഷ്യൻ നഷ്ടപ്പെടുത്തിയ തേജസ്സിനെ വീണ്ടും അവന് നൽകുവാൻ പ്രസാദമായി. മനുഷ്യൻ പാപം ചെയ്തപ്പോൾ അവന്റെ തേജസ് നഷ്ടപ്പെട്ടു പോയ തേജസ്സിനെ മടക്കി തരുവാൻ നമ്മുടെ കർത്താവിന് പ്രസാദമായി. അതേ സ്നേഹിത, എന്നെ കേൾക്കുന്ന മാതാവേ, നിനക്ക് നഷ്ടപ്പെട്ടു പോയ നിന്റെ തേജസ്, നഷ്ടപ്പെട്ടു പോയ നിന്റെ ജീവിതം, നഷ്ടപ്പെട്ടു പോയ നിന്റെ കുടുംബം, നഷ്ടപ്പെട്ടു പോയ നിന്റെ നന്മകൾ, നഷ്ടപ്പെട്ടു പോയ നിന്റെ ജീവിതത്തിലെ എല്ലാ മേഖലയും നീ അനുഭവിക്കുന്ന ആ പ്രതിസന്ധികളിൽ നിന്നെ വിടുവിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നഷ്ടപ്പെട്ടു പോയി ദേശനെ ദൈവം നൽകുവാൻ ആഗ്രഹിക്കുക കേട്ടോ. അപ്പൊ ഇസ്രായേൽ ജനങ്ങൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു. അല്ലറിയ അവരവിടെ പുറപ്പെട്ട് ചെങ്കടൽ കടന്നപ്പോൾ ആദ്യം അവർ ദൈവ തേജസ്സിനെ മേഘത്തിൽ കണ്ടു.
അല്ലേരിയ ഇസ്രായേൽ മക്കൾ 430 അടിമത്തത്തിൽ കിടക്കിയ മിസ്രൈമില് അവിടെ മണ്ണ് കുഴിച്ച് കട്ട ചുട്ട് അല്ലെങ്കിൽ കഠിനമായ പണി ചെയ്ത് അവർ ഉറ്റവരും ഉടയരുമൊക്കെ ഫറവോന്റെ സൈന്യത്താൽ മരിച്ചു വീഴുന്ന കാഴ്ച കൊണ്ട് മാനം തകർന്ന് ഹൃദയം തഴമ്പിച്ചു പോയി ഇസ്രായേൽ നിലവിളിച്ചു. ആ നിലവിളി ദൈവം കേട്ടവരുടെ കണ്ണുനീര് കണ്ടു. മോശയും അഹ്റോനെയൊക്കെ അങ്ങോട്ട് അയച്ചു മിസ്രൈമിലേക്ക്. അവരിലൂടെ ഇസ്രായേൽ മക്കളെ പുറപ്പെടുവിച്ച് പുറത്തു കൊണ്ടുവന്ന് അവർ ചെങ്കടൽ കടത്തി മരുഭൂമിയിൽ വെച്ച് അവർ ദൈവത്തിന്റെ തേജസ്സിനെ ഷെക്കേനെ മേഘത്തിൽ കണ്ടു. അല്ലേലൂയ. അതൊരു കഷ്ടത നിനക്കുണ്ടെങ്കിൽ, ഒരു പ്രതിസന്ധി നിനക്കുണ്ടെങ്കിൽ, ഒരു പ്രയാസം നിനക്കുണ്ടെങ്കിൽ, എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, അതിൽ നിന്നെ പുറത്തെടുക്കുവാൻ ദൈവം ആഗ്രഹിക്കുക. മിസ്രൈമിൽ രാജാത്തെ പുറപ്പെടുവിച്ചതുപോലെ നീ കടന്നു പോകുന്ന അടിമത്തത്തിൽ നിന്ന് ദൈവം നിന്നെ പുറത്തെടുക്കാൻ ആഗ്രഹിക്കും. വിശ്വസ്കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട് ഇന്ന് പകൽ ഞാൻ ഈ ദൈവത്തിന്റെ വചനം പറയുമ്പോൾ, ഈ വചനം കേൾക്കുന്ന സ്വഭാവേ, നീ അനുഭവിക്കുന്ന കഷ്ടതയുണ്ട്, സങ്കടങ്ങളും ദുഃഖം കൊണ്ട് കണ്ണുനീരുണ്ട്, ജീവിതത്തിൽ സമാധാനമില്ല, സന്തോഷം സ്വസ്ഥതയില്ലാതെ എന്നും ഞരങ്ങുന്ന ഹൃദയത്തോടെ ആമിലിയ വേദനയോടെ കടന്നു പോകുന്ന സഹോദരി, ഇന്ന് പകൽ ദൈവം നിനക്ക് നഷ്ടപ്പെട്ടു പോയ തേജസ്സിനെ നിന്റെ ഉള്ളിലേക്ക് മടങ്ങി തന്ന് നീ കടന്നു പോകുന്ന സകല കഷ്ടതയിൽ ദൈവം നിന്നെ പുറത്തെടുപ്പാൻ ആഗ്രഹിക്കുക. ചിലർക്ക് ദൈവം പരിശോധന ശക്തമായിട്ട് പറയുക, നീ രോഗക്കിടക്കയിലാണോ, കടക്കണിയിലാണോ, എഴുന്നേൽപ്പാൻ കഴിയാതെ ഭാരം പിടിക്കുകയാണോ, പുറത്തിറങ്ങാൻ കഴിയാതെ നീ സങ്കടപ്പെടുന്ന വ്യക്തിയാണോ, എല്ലാവരും നിന്നെ ഒതുക്കി എവിടെയെങ്കിലും മൂലയ്ക്ക് കൊണ്ട് അടിച്ചൊതുക്കി ഇരുത്തിയിരിക്കുകയാണോ? പക്ഷേ ദൈവം നിന്നെ ഒരു മൂലയ്ക്ക് അടിച്ചൊതുക്കി ഇരുത്താൻ സമ്മതിക്കത്തില്ല. ദൈവം നിന്നെ അവിടെ പുറത്തെടുക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രൈസലോ. ചിലർക്ക് വിടുതൽ പ്രാപിക്കാനുണ്ടെന്ന്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ ഇസ്രായേൽ ദൈവദേശത്തിന്റെ മേഘത്തിൽ കണ്ടു, സമാഗമന കൂടാരത്തിലേക്ക്. ഹല്ലേലൂയ, സ്തോത്രം. അല്ലെങ്കിൽ ആ തേജസ് ഇറങ്ങി വന്നു. ഇപ്പൊ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു പോകുന്ന ജനത്തിന് ആ ജനത്തിന്റെ ഇടയിൽ ദൈവത്തിന് പാർക്കണം, ദൈവത്തിന് വസിക്കണം. അല്ലെങ്കിൽ ദൈവം മോശയോട് പറഞ്ഞ് എനിക്ക് വസിപ്പാൻ ഒരു കൂടാരം പണിയണം. ഹല്ലേലൂയ. എനിക്ക് വസിപ്പാൻ. ഹല്ലേലൂയ. അപ്പം മോശയ്ക്ക് ദൈവം എന്ത് ചെയ്തു? സമാഗമന കൂടാരത്തിന്റെ ഒരു മാതൃക കാണിച്ചു കൊടുത്തു. മോശയ്ക്ക് ലഭിച്ച മാതൃകയിൽ സമാഗമന കൂടാരം പണിതപ്പോൾ കർത്താവിന്റെ തേജസ് സമാഗമന കൂടാരത്തിലേക്ക് ഇറങ്ങി വന്നു. ഒന്നാമതായി ഇസ്രായേലും ദൈവത്തിന്റെ തേജസ് മേഘത്തിൽ കണ്ടു, രണ്ടാമതായി ദൈവത്തിന്റെ സമാഗമന കൂടാരത്തിൽ കണ്ടു, മൂന്നാമതായി ദൈവത്തിന്റെ തേജസ് ശലോമോൻ ആലയം പണിത് പ്രതിഷ്ഠിച്ചപ്പോൾ എന്ത് ചെയ്തു? ആ സമയത്ത് ദൈവ തേജസ്സാൽ ആലയം നിറഞ്ഞു വന്ന് 2 ദിവസം 7-ാം അധ്യായം വായിച്ചാൽ കാണാൻ കഴിയും കേട്ടോ. നമ്മുടെ പുരോഹിതന്മാർക്ക് പോലും കടക്കാൻ കഴിയാത്ത വിധത്തിൽ ആലയം മേഘം കൊണ്ട് പുകൊണ്ട് നിറഞ്ഞ് തേജസ് കൊണ്ട് നിറഞ്ഞ് ഇന്ന് പകൽ ദൈവം നിന്റെ കുടുംബത്തിനകത്ത് ഈ തേജസ് അയച്ചു കഴിഞ്ഞ ഈ തേജസ് വെളിപ്പെടുത്തിയാൽ നിന്റെ സ്ഥിതികളെല്ലാം മാറും. ഈ തേജസ് നിന്നിൽ വെളിപ്പെടണം. അല്ലേ? ഈ തേജസ് നിന്നെ വെളിപ്പെടണമെങ്കിലേ നിന്റെ പാപ സ്വഭാവത്തെ നീക്കിക്കളയണം. നിന്റെ പാപ ജീവിതത്തെ, നിന്റെ പാപത്തിന്റെ ശരീരത്തെ നീ നീക്കിക്കളഞ്ഞിട്ട് ഈ ലോകത്തിന്റെ മോഹങ്ങളെ ഒന്ന് വിട്ടു മടങ്ങി വരണം. ഹല്ലേലൂയ. നമുക്കറിയാം, പിതാവ് തന്റെ പുത്രനായിരിക്കുന്ന യേശുക്രിസ്തുവിന് ആ തേജസ് നൽകിക്കൊണ്ട് അവനെ തന്നെ ഭൂമിയിലേക്ക് അയച്ചു. അല്ലേ? പിതാവ് തന്റെ പുത്രനായിരിക്കുന്ന യേശുക്രിസ്തുവിന് ആ തേജസ് നൽകി പുത്രനായിരിക്കുന്ന യേശുവിനെ ഭൂമിയിലേക്ക് അയച്ചു. രൂപാന്തര മലയിൽ വെച്ച് ആ തേജസ് വെളിപ്പെട്ടു. കാൽവരി ക്രൂശിൽ വെച്ച് അവന്റെ ശരീരം നുറുക്കപ്പെട്ടു. അവനുള്ളിൽ ഉണ്ടായിരുന്ന തേജസ് പുറത്തേക്ക് വന്നു. അപ്പോൾ ദൈവാലയത്തിന്റെ തിരശ്ശീല കീറിപ്പോയി. അവിടെ നിന്ന് ഷെക്കേന തേജസ്സും പുറത്തേക്ക് വന്നു. ഇന്ന് ആ തേജസ് നമുക്കുള്ളിൽ. ഹല്ലേലൂയ, സ്തോത്രം. ഒന്നുകൂടെ ഞാൻ പറയട്ടെ. ഹല്ലേലൂയ. പിതാവ് തന്റെ പുത്രനായിരിക്കുന്ന യേശുക്രിസ്തുവിന് തേജസ് കൊടുത്തു. ആ തേജസ് രൂപാന്തരമലയിൽ വെച്ച് പത്രോസിനും യാക്കോബും യോഹന്നാനും ദൈവം വെളിപ്പെടുത്തി. അല്ലെങ്കിൽ ആ തേജസ് യേശുക്രിസ്തുവിനെ ക്രൂശിച്ചു കഴിഞ്ഞപ്പോൾ ആലയത്തിന്റെ ആലയത്തിന്റെ സ്തോത്രം തിരശ്ശീല കീറിപ്പോകത്തക്ക നില തിരശ്ശീല കീറി ദൈവ തേജസ് പുറത്തേക്ക് വന്നു. അല്ലെങ്കിൽ ആ തേജസ് ഇന്ന് ദൈവം നമ്മളിൽ നിറച്ചിരിക്കുക. അതാണ് പൗലോസ് ആത്മാവിൽ കണ്ട് നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടം സാരമില്ല. അതെ, ഞാൻ ദൈവത്തെ വളരെ സ്തുതിക്കുന്ന ആളാ. പണ്ട് വലിയ സുബോധമില്ലാതെ മദ്യത്തിൽ മൈക്ക് ലഹരിക്ക് അടിപ്പെട്ട് ലോകം പറഞ്ഞവന് വട്ടാന്ന്, ലോകം പറഞ്ഞവന് സുബോധമില്ല, അവന് കഞ്ചാവാണെന്ന് പറഞ്ഞു. ലോകം പറഞ്ഞ് അവൻ പാപ്പസും കഞ്ചാവാണ്, അവൻ കള്ളാണ്, അവനോട് സംസാരിക്കരുത്, അവനെ ഒഴിവാക്കിക്കോ എന്ന് ലോകം പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, നിന്നെ കഞ്ചാവെന്നും കള്ളെന്നും നീ വാട്ടനെന്നും സുബോധമില്ലെന്നും
എന്നൊക്കെ പറഞ്ഞവരുടെ നടുവിൽ എന്റെ തേജസ്സിനെ നിന്റെ ഉള്ളിലേക്ക് നിറയ്ക്കാൻ പോകുക. എന്റെ തേജസ് നിന്റെ ഉള്ളിൽ വന്നു കഴിയുമ്പോൾ നിന്റെ കഴിഞ്ഞകാല അനുഭവങ്ങളെ മാറ്റി തേജസ് പ്രാപിച്ചുകൊണ്ട് എന്റെ തേജസ് നിന്നിലൂടെ ഞാൻ വെളിപ്പെടുത്തുമെന്ന് യേശുവിനോട് സംസാരിച്ചു കേട്ടോ. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഈ ദൈവത്തെ പ്രസംഗിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. എന്റെ കർത്താവ് എന്നോട് കാണിച്ച സ്നേഹം എത്ര ഭയങ്കരമാണെന്ന് അറിയാമോ? എന്റെ കർത്താവ് എനിക്ക് തന്ന സ്നേഹത്തിന്റെ വിലയൊന്നും മടങ്ങി കൊടുക്കാൻ എനിക്കില്ല. എനിക്ക് ഈ സ്തുതിക്കാനും മഹത്വപ്പെടുത്തുവാൻ ഈ ശുശ്രൂഷ ചെയ്യാൻ മാത്രമേ കഴിയുള്ളൂ. എന്നെ പകർന്ന തേജസ്സിന്റെ വിലയൊന്നും കൊടുക്കാൻ എനിക്ക് കഴിയില്ല. സഹോദര സൗരി, നിന്റെ കഴിഞ്ഞകാല ജീവിത പാപങ്ങളെ നീ നീക്കിക്കളയുവാൻ തയ്യാറാകുന്നെങ്കിൽ ആ തേജസ് നിന്റെ മേൽ ദൈവം തമ്പുരാൻ അയക്കും കേട്ടോ. ഹല്ലേലൂയ. ആ തേജസ്സിനെ നീ തേജസ് നിറയപ്പെട്ട് കഴിഞ്ഞാൽ ഈ കാലത്തിലെ കഷ്ടങ്ങളെല്ലാം ലഘുവായ കഷ്ടങ്ങളായി നിന്നെ വിട്ടകന്നു പോകും. രക്തം ചെയ്യും വിശ്വസിന് സ്തോത്രം പറഞ്ഞാട്ട്. കേരളത്തിലെ ഭാരതത്തിലെ നമ്മൾ വിദേശ രാജ്യത്തുള്ളവരെ കുറിച്ച് കേൾക്കുന്നത് അവർ ഭയങ്കര കോടീശ്വരന്മാരാണ്, പണക്കാരാണ്, അവരാണ് പണം അവിടെ ഉണ്ടാക്കുക. ഞാൻ അങ്ങനെ ഒരിക്കലും വിശ്വസിക്കില്ല. പണ്ടും വിശ്വസിക്കില്ല, ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. നമുക്കറിയാം, ഒരു വിദേശ രാജ്യത്ത് കിടന്നാലും പണം കായ്ക്കുന്ന പണം ഉണ്ടാക്കുന്ന വൃക്ഷമൊന്നുമില്ലല്ലോ. നമ്മുടെ നാട്ടിൽ കിടന്ന് കഠിനാധ്വാനം ചെയ്യുന്നതിനേക്കാൾ ഉപരിയായി വിദേശ രാജ്യത്ത് പോയി പകലിന്റെ രാത്രിയും ജോലി ചെയ്ത് കഠിനാധ്വാനം ചെയ്ത് ഓവർ ടൈം ഡ്യൂട്ടിയും കൂടെ ചെയ്തിട്ടാണ് പലരും പൈസ ഉണ്ടാക്കുന്നത്. പലരും പൈസ ഉണ്ടാക്കി അവർ ധനമുണ്ടാക്കുന്നത്, ധനവാന്മാരാകുന്നു, പണക്കാനാകുന്നു. അവർ കഠിനാത്ത ചോര വേർപ്പാക്കി തന്നെയാണ് ആ വിദേശത്തുള്ള പണം ഉണ്ടാക്കുന്നത്. അത് നമ്മൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. അങ്ങനെ അവർക്ക് അത് ഉണ്ടാക്കാൻ കാരണം എന്താ? അവരുടെ ജീവിതത്തിൽ ദൈവ തേജസ് വെളിപ്പെട്ടപ്പോൾ അവരുടെ കഴിഞ്ഞകാല കഷ്ടതയെക്കുറിച്ച് തമ്പുരാൻ മനസ്സിലാക്കി, തമ്പുരാൻ അറിയാം. അതൊക്കെ ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ ദൈവ തേജസ് നിറയപ്പെട്ട് ദൈവം ചെയ്ത ഉപകാരങ്ങൾക്ക് നന്ദി പറയാൻ വേണ്ടി ആ തേജസ്സിന്റെ അവർ നിറച്ചു കഴിഞ്ഞും വിദേശ രാജ്യത്തുള്ളവർ പണക്കാരായി മാറി. അല്ലാതെ അവിടെ പണം കായ്ക്കുന്ന മരുന്നുണ്ടാക്കിയ ഞാൻ ഒരുപാട് പേർക്ക് ഇങ്ങനെയുള്ളവർ എന്നെ വിളിച്ച് സങ്കടമൊക്കെ പറയാറുണ്ട്. അപ്പൊ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, എല്ലാം മാറും, എല്ലാം മാറും. എന്നെ കേൾക്കുന്ന സഹോദര സൗരി, നിന്റെ കഷ്ടമെല്ലാം മാറും കേട്ടോ. എനിക്ക് അങ്ങനെ വിശ്വസിക്കാവൂ. ഞാൻ നിങ്ങളോട് വളരെ സൗമ്യമായ രീതിയിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് കേൾക്കാമെന്ന് മനസ്സിലാക്കാത്ത പോലെ ഞാൻ സംസാരിക്കുന്നത്. നിന്റെ കഷ്ടം മാറും. നീ ആരുടെ വകയാ? നീ ദൈവത്തിന്റെ വകയാ. നീ ദൈവത്തിന്റെ സ്വന്തമാണ്. നീ ദൈവത്തിന്റെ മകനാണ്, മകളാണ്. ഹല്ലേലൂയ. നീ അന്യനല്ല, നീ അനാഥനല്ല, നീ ഏകയല്ല. നീ ഒറ്റപ്പെട്ടവനല്ല, ഒറ്റപ്പെട്ടവളല്ല. നിന്നെ ആ ലോകത്തിന് വേണ്ടെങ്കിലും കർത്താവിന് നിന്റെ ആവശ്യമാണ്. ലോകം നിന്റെ കണ്ണുനീര് കണ്ടില്ലെന്ന് വരാം, പക്ഷെ കർത്താവ് നിന്റെ കണ്ണുനീര് കാണും കേട്ടോ. ഭവനത്തിനകത്ത് ഒറ്റയ്ക്ക് വിതുമ്പുന്ന മാതാവേ, നീ കഴിഞ്ഞ കാലങ്ങൾ അനുഭവിച്ച വേദനകൾ, സങ്കടങ്ങൾ, ഭർത്താവുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, കൊച്ചുമക്കളുണ്ട്, മരുമക്കളുണ്ട്. ആരുടെ ഒരു സ്നേഹത്തിന് വാക്കുകൾ കേൾക്കാതെ കുടുംബത്തിനകത്ത് ഒറ്റയ്ക്ക് കണ്ണുനീർ വാർത്തുകൊണ്ട് ഭാരപ്പെടുന്ന ചില മാതാപിതാക്കളോട്, ചില സഹോദരങ്ങളോട്, ചില സൗര്യമായിട്ട് പറയട്ടെ, നീ അതൊന്നും ഓർത്ത് ഭാരപ്പെടരുത്. നിന്റെ മനസ്സിനകത്ത് ഏകാന്തത കൊണ്ടുവന്ന് നീ നിന്നെ തന്നെ തളർത്തിക്കളയരുത്. നിന്നെ വിളിച്ചവൻ വിശ്വസ്തനാണ്. അവന്റെ തേജസ് നിന്നിലുണ്ട്. ആ തേജസ്സിന്റെ പൂർത്തീകരണം, ആ തേജസ് പ്രാപിച്ചതിന്റെ പൂർണ്ണ അളവിലേക്ക് നീ എത്താൻ പോകുക. അതെ, കാഹളം ധരിക്കാൻ സമയമായി. അപ്പൊ ഇവിടെ ആ ദൈവ തേജസ്സിനെ കുറിച്ച് നമ്മൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തിന്റെ വചനമൊക്കെ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന അങ്ങനെ കേട്ടോ. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ ദൈവത്തിന്റെ വചനം പത്രോസിന്റെ ലേഖനമൊക്കെ വായിക്കുമ്പോൾ കാണുന്നുണ്ടോ? പത്രോസിന്റെ ലേഖനം, ഹല്ലേലൂയ, 4-ാം അധ്യായം 4 വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ ഇങ്ങനെ ഇട്ടിരിക്കുന്നു, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ നാമഹേതുവായി നിന്ന സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. ക്രിസ്തുവിന്റെ നാമനിമിത്തം നിങ്ങൾ നിന്ന് സഹിക്കേണ്ടി വന്ന നമ്മൾ ഭാഗ്യവാന്മാർ. എന്നിട്ട് പത്രോസ് പറയാൻ, മഹത്വത്തിന്റെ ആത്മാവായ ദൈവാത്മാവ് നിങ്ങളുടെ മേൽ ആവസിക്കുന്നുവല്ലോ. അപ്പൊ മഹത്വത്തിന്റെ ആത്മാവായ ദൈവാത്മാവ് നമ്മുടെ മേൽ വ്യാപരിക്കുന്നുവെന്ന്. അപ്പൊ ക്രിസ്തുവിന്റെ നാമനിമിത്തം നീ കഷ്ടം സഹിക്കേണ്ടി വന്ന, നിന്ന സഹിക്കേണ്ടി വന്നാൽ, അപവാദങ്ങൾ കേൾക്കേണ്ടി വന്ന, പീഡ അനുഭവിക്കേണ്ടി വന്ന നീ ഭാരപ്പെടരുത്. കഴിഞ്ഞ ദിവസങ്ങൾ വാർത്ത കണ്ടില്ലേ? ഉത്തർപ്രദേശ്, UP-യിൽ എന്തുമാത്രം ദേവദാസന്മാരാണ് വീറും ക്രൂരമായി ഉപദ്രവിക്കപ്പെടുന്നത്, പീഡിപ്പിക്കപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം ഒരു വലിയ കൂട്ടം ദേവദാസന്മാർ ഇവിടെ ജയിലടച്ചു. എന്താ അവർ ചെയ്ത പാവം? ഇപ്പൊ നമുക്കറിയാം, തമിഴ്നാട്, കർണാടക, ആന്ധ്ര, തെലുങ്കാന, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, UP, ഉത്തർപ്രദേശ്, അല്ലെങ്കിൽ അതുപോലെ ബീഹാർ, വെസ്റ്റ് ബംഗാള്, അല്ലെങ്കിൽ വെസ്റ്റ് ബംഗാൾ, അതുപോലെ ഗുജറാത്തിലും, അല്ലെങ്കിൽ ഒറീസയിലുമൊക്കെ നമ്മുടെ ദേവദാസന്മാർ ഒരുപാട് പേര് പീഡിപ്പിക്കപ്പെടുന്നു, ഉപദ്രവിക്കപ്പെടുന്നു, കഷ്ടം സഹിക്കുന്നവരപ്പെടുന്നു, ജയിലിലേക്ക് അവരെ അടയ്ക്കുന്നവരെ, കുന്നുകളും നന്മകളെല്ലാം പിടിച്ചെടുക്കുന്നു, അവരെ വലിച്ചെടുക്കുന്നവരുടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ക്രൈസ്തവ മരിച്ചപ്പോൾ ഛത്തീസ്ഗഡ് അവന്റെ ശവം അടക്കാൻ വേണ്ടിയിട്ട് 300 കിലോമീറ്റർ അകലെയാണ് കൊണ്ടുപോയത്.
അത്രമാത്രം ദൈവമക്കൾ വേദന അനുഭവിക്കുന്നുണ്ട്. അതെ, അങ്ങനെ മാത്രം നീ വേദന അനുഭവിച്ചാലും എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, നിന്നിൽ വെളിപ്പെടുക തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ ലഘുവായ കഷ്ടങ്ങൾ അതല്ല ഈ കാലത്തിലെ കഷ്ടങ്ങൾ ഹല്ലേലൂയ ഹല്ലേലൂയ, അതല്ല ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ലെന്ന്, അതെല്ലാം ലഘുവായി കഷ്ടങ്ങളായി മാറുമെന്ന് അത് ദൈവം നിനക്ക് വേണ്ടി വലിയ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് പത്രോസ് പറഞ്ഞത് ഹല്ലേലൂയ, ആ മഹത്വത്തിന്റെ ആത്മാവ് നിങ്ങളുടെ മേൽ ആവസിക്കണം. ആ മഹത്വത്തിന്റെ ആത്മാവ് നിങ്ങളുടെ മേൽ തേജസ് പ്രാപിക്കും. നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന ഈ അഭിഷേകമാണ് ഇനി നിങ്ങളിൽ വെളിപ്പെടുവാനുള്ള തേജസ്സിലേക്ക് നിങ്ങളെ വഴി നടത്തുന്നത്. നിങ്ങൾ കർത്താവിനെ പ്രാപിച്ച അഭിഷേകമാണ് ഇനി നിങ്ങളെ തേജസ്സിലേക്ക് വഴി നടത്തുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, നിന്റെ മേലൊരു അഭിഷേകം ഇറങ്ങട്ടെ, നിന്റെ കുടുംബത്തിൽ അഭിഷേകം ഇറങ്ങട്ടെ, നിന്റെ ഭർത്താവിന്റെ നിന്റെ മക്കളെ നിന്റെ അമ്മായിയും മരിയുമ്പോഴുള്ള മേൽ ഒരു അഭിഷേകം ഇറങ്ങട്ടെ. സകല കുടുംബത്തിലും അമ്മായിയും അരിമ്പോഴും കീരിയും പാപ്പം പോലെ കുടുംബത്തിന് സമാധാനം കെടുത്തി കളയുന്ന അവിശ്വാസത്തിന്റെ അവിശുദ്ധമായ വാക്കുകളും കൂട്ടുകെട്ടുകളും ഭവനത്തിനകത്ത് ഉണ്ടാക്കി കുടുംബത്തിനകത്ത് കലങ്ങൾ സൃഷ്ടിക്കുന്ന മാതാവേ പിതാവേ, ഇന്ന് പകൽ നിന്റെ കുടുംബത്തിനകത്ത് നഷ്ടപ്പെട്ടുപോയ ദൈവ ദേശം നീ മടക്കിയെടുക്കണം കേട്ടോ, ഇല്ലെങ്കിൽ നിന്റെ അവസാനം നരകമായിട്ട് മാറും. ഹല്ലേലൂയ സ്തോത്രം. അപ്പൊ ഇവിടെ നാം ദൈവത്തിലേക്ക് വരുമ്പോൾ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ എന്നാണ് നമ്മൾ ഈ കുരുത്തിലേഖനം വായിക്കുന്നത്. കുരുത്തിലേഖനം വരുമ്പോൾ ഹല്ലേലൂയ 2 കുരുത്തിലേഖനം 3:18 വരുമ്പോൾ ഇങ്ങനെ കാണുന്നുണ്ട്, എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. ഹല്ലേലൂയ. ഈ ഒരു അനുഭവം നിനക്ക് ലഭിക്കണമെങ്കിൽ നീ ദൈവസന്നിധി നിശ്ചയമായിട്ട് തേജസ് പ്രാപിക്കണം. അല്ലേ, അത് ഈ കാലഘട്ടത്തിലെ കഷ്ടങ്ങൾ സാരമില്ല, നമ്മൾ വെളിപ്പെടുവാനുള്ള തേജസ്സിന് ഹല്ലേലൂയ വിചാരിച്ചാൽ ഇതെല്ലാം ലഘുവായ കഷ്ടമാണ്. യേശുവിനെ നോക്കുക, തന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷം ഓർത്തവൻ അപമാനം മനുഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു എന്നാണ് എബ്രായ ലേഖനം 12:2 പറഞ്ഞ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. സമാധാവേ പിതാവേ, സഹോദര സഹോദരി, യുവതി യുവാക്കന്മാരെ, കൗമാരക്കാർ പറയട്ടെ, നീ കടന്നു പോകുന്ന കഷ്ടതകൾ, നൊമ്പരങ്ങൾ, വേദനകൾ, നിന്ദകൾ അതെല്ലാം ദൈവം മാറ്റി. ആദാമിലൂടെ നിന്നിൽ വന്നുപോയ ശാപം നിനക്ക് നഷ്ടപ്പെടുക തേജസ്സിനെ നിന്നിലേക്ക് മടക്കിത്തരാം. ദൈവപുത്രൻ നിനക്ക് വേണ്ടിയാ ഭൂമി പ്രത്യക്ഷമായത്, അവൻ നിനക്ക് വേണ്ടിയാ മരിച്ചത്. ആ മരണത്തിലൂടെ തിരശ്ശീലയിൽ കയറി ആ തേജസ്വിന് പുറത്തേക്ക് വന്ന തേജസ് നിന്റെ ഉള്ളിൽ ദൈവം പകരുക. നിന്റെ കഷ്ടങ്ങളിൽ നിന്നും മാറും, നിന്റെ നൊമ്പരിൽ നിന്ന് മാറും, നിന്റെ ഗതികളിൽ നിന്ന് മാറും. ഇന്ന് പകൽ നിന്റെ കുടുംബത്തിനകത്തൊരു അത്ഭുതം ചെയ്യും നീ വിശ്വസിച്ചുകൊണ്ട് എന്നോടൊപ്പം പ്രാർത്ഥിച്ചാട്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിന് വചനം കേട്ടുകൊണ്ട് കേരളത്തിൽ ലോക രാജ്യങ്ങൾ 200 കോടി ജനത്തിനായി തലമുറകൾക്കായി എണ്ണത്തിൽ പെടാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കഷ്ടങ്ങൾ, ദുരിതങ്ങൾ, ദുഃഖങ്ങൾ, സങ്കടങ്ങൾ, നിന്ദകൾ, അപമാനങ്ങൾ, പരിഹാസങ്ങൾ, കടങ്ങൾ, കടക്കണികൾ, ദാരിദ്ര്യങ്ങൾ, രോഗങ്ങൾ, മാരകമായ വ്യാധികൾ, ഹല്ലേലൂയ, ശാപങ്ങൾക്ക് കർത്താവ് അറിയപ്പെട്ട് ജീവിതത്തിൽ സ്വസ്ഥതയുടെ സന്തോഷം, കുടുംബം തകർന്ന്, കുടുംബ ജീവിതം തകർന്ന് കർത്താവ് ഈ മദ്യത്തെ മയക്കും ലഹരിക്ക് അടിമപ്പെട്ട് ഈ ലോകത്തിന്റെ പാപസുഖങ്ങൾ വീണ് രാഷ്ട്രീയക്കാർക്ക് അടിമയായി, തീവ്രവാദ അടിമയായി, മതങ്ങൾക്ക് അടിമയായി കിടക്കുന്ന, സ്വാതന്ത്ര്യമില്ലാതെ കിടക്കുന്ന ജനത്തിന്റെ കർത്താവ് അവർക്ക് നഷ്ടപ്പെട്ടു തേജസ്സിനെ മടക്കി കൊടുത്ത് ആ തേജസ്സിന്മേൽ തേജസ് പ്രാവശ്യം മടങ്ങി വന്ന് ക്രിസ്തുവിന് വേണ്ടി ആ കാഹളനാദം ഒരിക്കുന്നത് കേൾക്കുവാൻ ആത്മാവിന്റെ ആ ശക്തിയോടെ നിൽപ്പാണ്ടിയാകണമേ. കുടുംബങ്ങൾ വിടിവിക്കപ്പെട്ട സ്വതന്ത്രമായി തിന്റെ കഷ്ടങ്ങൾ മാറട്ടെ, സങ്കടങ്ങൾ മാറട്ടെ. എല്ലാ കുടുംബങ്ങളെ വിടിവിക്കണമേ. ദാസന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കഷ്ടതയുടെ കടന്നു പോകുന്നവർ എല്ലാ തേജസ് പ്രാപിച്ചവരെ തീരുവാൻ ഈ ഭൂമിയിലെ കഷ്ടങ്ങൾ ലഘുവായി കഷ്ടങ്ങളെന്ന് ചിന്തിച്ചുകൊണ്ട് മുന്നേറട്ടെ ആകണമേ. സകല മുഖത്ത് എടുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.